എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേസരിയാണ്, റവ കൊണ്ടുള്ള കേസരി. ഇത് വളരെ സോഫ്റ്റാണ്, ടേസ്റ്റിയുമാണ്, എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ: റവ 1 ഗ്ലാസ്, 10-12 കശുവണ്ടിപ്പരിപ്പ്, 10-12 ഉണക്കമുന്തിരി, 1.25 ഗ്ലാസ് പഞ്ചസാര, 4 ടീസ്പൂൺ നെയ്യ്, 2.5 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് ചെയ്യാൻ ആരംഭിക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് രണ്ടും വറുത്തെടുത്ത് മാറ്റണം. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് വീണ്ടും 1 സ്പൂൺ നെയ്യിട്ട് റവയൊന്ന് വറുത്തെടുക്കാം. റവ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിറം മാറരുത്. അതാണ് ആദ്യത്തെ ടിപ്പ്. റവയുടെ നിറം മാറിപ്പോകരുത്. ഇനി നമുക്ക് വറുത്തെടുത്ത റവ മാറ്റാം. അതേ പാനിൽ തന്നെ നമുക്ക് 2.5 ഗ്ലാസ് വെള്ളം, 2 ടീസ്പൂൺ ഓയിൽ ഇട്ടിട്ട് 1 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്ത് അതൊന്ന് തിളയ്ക്കണം. ഈ വെള്ളം തിളയ്ക്കണം, അല്ലാതെ നമ്മൾ റവ ആഡ് ചെയ്യാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി റവ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പതിയെ ആഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, പതിയെ ആഡ് ചെയ്യണം. ഒരു കൈ കൊണ്ട് റവ ഇടണം, അടുത്ത കൈ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതാണ് മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ ഒരിക്കലും കട്ട പിടിക്കത്തില്ല. ഇവിടെ തരിയുള്ള പഞ്ചസാരയാണ് എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഏലക്കയും കൂടെ പൊടിച്ചെടുക്കുകയാണ്. ഇനി നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നല്ല രീതിയിൽ റവ വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഈ പഞ്ചസാര ചേർക്കാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പൊടിക്കണമെന്നൊന്നുമില്ല, അല്ലാതെ നിങ്ങളുടെ പഞ്ചസാര ചേർക്കാം. ഇനി ഇവിടെ ഏലക്കായ്ക്ക് പകരം 3 ഫ്ലേവർ ഉപയോഗിക്കാം. റോസ് സിറപ്പ്, പൈനാപ്പിൾ എസൻസ്, വാനില എസൻസ്. ഈ 3 ഫ്ലേവറും കേസരിക്ക് അനുയോജ്യമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ യൂസ് ചെയ്യാം. ഫുഡ് കളർ എന്ന് പറയുമ്പോൾ ഓറഞ്ച് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 ഡ്രോപ്പ് ഇട്ടാൽ മതി. 2 ഡ്രോപ്പ് ഫുഡ് കളറും ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. പാനിൽ നിന്നും വിട്ട് വരുന്നതാണ് ഫൈനൽ സ്റ്റേജ്. ഇതിനിടയിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. ഫൈനലായിട്ട് ലാസ്റ്റ് 4ാമത്തെ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി പാനിൽ നിന്നും വിട്ട് വരുന്ന രീതിയിലാവുമ്പോൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് പകർന്നൊഴിക്കുക. എന്നിട്ട് നല്ലോണം ലെവലാക്കി എടുക്കുക. ഇനി ഇതൊന്ന് തണുക്കണം. 1/2 മണിക്കൂർ തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്സൈഡാണോ ആക്കിയിടുക, ഡെക്കറേറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണിത്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.